Hello friends, welcome back to Melbourne Kerala Cafe. Super tasty banana bread ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. കണ്ടു നോക്കാം എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന്. ഒരു ബൗളിലേക്ക് 125 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഇടേണ്ടത്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും ബട്ടറും ഒരു ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് അതെന്നാ പറയണ്ടേ, നല്ലൊരു പെയിൽ യെല്ലോ കളറിലേക്ക് വരണം. ഇപ്പോൾ ബട്ടറും പഞ്ചസാരയും കൂടെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. 2 മുട്ട ഒരുമിച്ച് നമുക്ക് ഇട്ട് കൊടുത്ത് ഇനി ഒന്നുകൂടെ ഇത് എല്ലാം കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇതിപ്പം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 3 പഴം എടുക്കണം. ഞാൻ ഇതുപോലുള്ള വലിപ്പമുള്ള 3 പഴം എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു പൊട്ടറ്റോ മാഷർ കൊണ്ടോ നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം. മിക്സിയിലിട്ട് അടിക്കരുത്. ഇതുപോലെ തന്നെ നല്ലതായിട്ട് ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു മാഷർ കൊണ്ടോ ഇത് ചെയ്തെടുക്കണം. പഴം നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണം നമ്മൾ പഴം ഉടച്ചെടുക്കാൻ കേട്ടോ. മിക്സിയിൽ അടിക്കുകയോ ചെയ്യരുത്. ഇനി നമ്മൾ ഈ പഴം നമ്മൾ അടിച്ചു വെച്ച മുട്ട, പഞ്ചസാര, ബട്ടർ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കണം. അപ്പോൾ നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടെ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ബീറ്ററും കൊണ്ട് ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. വേറൊരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊരു വിസ്കോ അല്ലെ സ്പൂണോ ഉപയോഗിച്ചൊന്ന് ഇളക്കിയെടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച ആ കൂട്ടിലേക്ക് നമ്മളിപ്പം ബേക്കിംഗ് സോഡയും ഉപ്പും ഒക്കെ ചേർത്ത് ഇളക്കിയ മൈദാമാവ് കുറേശ്ശെയായിട്ട് ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ബീറ്റർ കൊണ്ട് വേണേൽ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ബീറ്ററില്ലെങ്കിൽ നമുക്ക് നല്ലൊരു തടിയുടെ തവി കൊണ്ടോ ഇങ്ങനെ വേണേലും യോജിപ്പിക്കാം. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഇതെടുത്ത് ഇട്ട് കൊടുത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മളിതെല്ലാം കൂടെ നന്നായിട്ട് ബീറ്ററും കൂടെ അടിച്ച് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സ്പാച്ചുല കൊണ്ട് ആ സൈഡിൽ നിന്നൊക്കെ ഉള്ളതെല്ലാം കൂടെ ഒന്ന് വടിച്ചെടുത്ത് ഒന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വാൾനട്ട്സ് ചെറുതാക്കി നുറുക്കിയത് ചേർക്കുന്നുണ്ട്. പിന്നെ 1/3 കപ്പ് ഉണക്കമുന്തിരി അതായത് കിസ്മിസും ചേർക്കുന്നുണ്ട്. നട്ട്സ് അലർജി ഉള്ളവർ ഒരു നട്ട്സും ഇടാതിരിക്കുക. അല്ലാതെ ഇനി വാൾനട്ട്സിന് പകരം കാഷ്യൂനട്ടോ ബദാമോ ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇതൊന്നും വേണ്ടെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് ഇതിൻ്റെ കൂടെ ഇട്ടുണ്ടാക്കിയെടുക്കാം. ഇനി ഇതൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് പ്ലെയിൻ ബനാന ബ്രെഡ് ആക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കേക്ക് ടിൻ റെഡിയാക്കാൻ അതിലേക്ക് ഇച്ചിരി ബട്ടറോ എണ്ണയോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ബട്ടർ പേപ്പറൂടെ അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ അവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ചൂടാകാനിടണം. അപ്പം നമ്മുടെ കേക്ക് ടിൻ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പം ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ. അപ്പം ഇതുപോലെ വേണം ബാറ്റർ ഇരിക്കാനായിട്ട്. ഇതിലും കൂടുതൽ ലൂസായി പോകരുത്. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ഒന്ന് ഒഴിച്ച് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകൾവശം നമുക്കൊന്ന് സ്പൂണും കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. അതിനകത്ത് എയർ ബബിൾസ് വല്ലതും ഉണ്ടോ എന്ന് പോകാനായിട്ട്. അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കുക. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത അവനിലേക്ക് ഇത് വെച്ച് കൊടുത്ത് 50 മുതൽ 55 മിനിറ്റ് വരെ ബേക്ക് ചെയ്യണം. 50 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കാവുന്നതാണ്. 50 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയായിരുന്നു. അപ്പോൾ പാകം കുറച്ചുകൂടെ വേകാനുണ്ട്. അപ്പോൾ 5 മിനിറ്റ് കൂടെ വെച്ച് കൊടുത്തു. ഒരു 55 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് ഇതിൻ്റെ മോൾ ഭാഗമൊക്കെ ഇങ്ങനെ കണ്ടോ വിണ്ട് കീറിയ പോലെ വന്നിട്ടുണ്ട്. ഞാനൊരു സ്ക്വയർ ഇട്ട് കുത്തി നോക്കിയായിരുന്നു. അതിൻ്റെ വീഡിയോ കിട്ടിയില്ല, സോറി. അപ്പം ഇതിനകം എല്ലാം നന്നായിട്ടിപ്പം വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇതൊന്ന് തണുക്കാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ഇതെടുത്ത് കട്ട് ചെയ്യാം. നമ്മുടെ ബനാന ബ്രെഡ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ ആ കേക്ക് ടിന്നിൽ നിന്ന് വെളിയിലെടുത്തു. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിനകമൊക്കെ നന്നായിട്ട് എങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ വാൾനട്ടും റൈസിൻസും ഒക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കട്ട് ചെയ്യുമ്പം കണ്ടോ അതെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട്
നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലുള്ള ഇച്ചിരി തിക്ക് സ്ലൈസസ് ആയിട്ട് വേണം ഈ ബനാന ബ്രെഡ് കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതൊരു സ്ലൈസ് ഒന്നെടുത്ത് കണ്ടു നോക്കാം എങ്ങനെയാണിത് കുക്കായി വന്നിരിക്കുന്നതെന്ന്. അതിനകത്തെ വാൾനട്ടും കിസ്മിസും ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ നല്ല സോഫ്റ്റ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, സോഫ്റ്റാണ്. ഇത് കുക്കായി നമ്മളിതങ്ങോട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ അടുക്കള മുഴുവൻ നല്ല പഴത്തിൻ്റെ മണമാണ്. നന്നായിട്ട് നല്ല സ്മെല്ല് വരും. ബനാനയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഈ ബ്രെഡ് ഇഷ്ടപ്പെടും എന്നുള്ളതിന് ഞാൻ ഗ്യാരണ്ടി. സൂപ്പർ ടേസ്റ്റി ബനാന ബ്രെഡ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ബേക്ക് ചെയ്യുന്ന സമയം മാത്രമേ കുറച്ച് നമുക്ക് സമയമെടുക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കമൻസിലൂടെ എന്നെ അഭിപ്രായം അറിയിക്കണം. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. Sprinkling a pinch of love in your cooking and life. Thank you for watching. Take care. Bye-bye.